നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓം നമഃ ശിവായ ചൊല്ലിക്കൊണ്ട് ഉറങ്ങിക്കോ. അപ്പൊ എല്ലാ പേടിയും ഭഗവാൻ മാറ്റിക്കൊള്ളും. ഒരു ദുസ്വപ്നവും കാണുകയില്ല. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നമ്മുടെ കേസ് ആദ്യം വിളിക്കാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിനാ നമ്മുടെ മാളുവിനെ നമുക്ക് തന്നെ തിരിച്ചു തരില്ലേ? അവരുടെ വക്കീൽ എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് അറിയില്ല. അവരെന്തൊക്കെ വാദമുഖങ്ങൾ നിർത്തിയാലും അവസാനം മാളു എന്തു പറയുന്നു എന്നതിലാണ് വാല്യൂ. അവര് മാളുവിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുമെന്ന എന്റെ പേടി. മാളൂരിനൊന്നും വ്യക്തമായിട്ട് ഓർമ്മ വന്നിട്ടില്ല. ആ അനുകൂലിയാണ് അവർ മുതലെടുക്കുന്നത്. ഗംഗ മാളുവിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും മഹി അതിന് സഹായം ചെയ്ത് കൂട്ടുനിന്നുവെന്നുമാണ് അവർ വാദിക്കുന്നത്. ആ വാദം നമുക്ക് പൊളിക്കാൻ സാധിച്ചാൽ എല്ലാം എളുപ്പമായി. നമുക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ കോടതി കുഞ്ഞിനെ അവർക്കൊപ്പം അയക്കും. ഗംഗ ജയിലിലാവും. ഒപ്പം മഹിയും കൂട്ടുപ്രതിയാകും. എന്നാലും മഹിയെ ചിലപ്പം വെറുതെ വിട്ടേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തേത് സംഭവിക്കും. എന്തായാലും വാദം തുടങ്ങട്ടെ. നമുക്ക് പരമാവധി ശ്രമിക്കാം. ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണ്. ഈ കേസ് ജയിക്കാതെ മാളൂരിനെ അവർക്കൊപ്പം അയച്ചാ പിന്നെ എനിക്കൊരു ജീവിതം വേണ്ട. ഇന്ദിര, അങ്ങനെയൊന്നും ചിന്തിക്കാതെ മഹി. നിയമവ്യവസ്ഥയുടെ അവസാന വാക്കൊന്നുമല്ല ഈ കോടതി. ഇവിടെ നമുക്ക് വിധി അനുകൂലമായില്ലെങ്കിൽ മേൽക്കോടതിയിൽ നമ്മൾ അപ്പീലിന് പോകും. ഇതൊന്നും മഹിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും മാളുവിനെ കാണാതെ എനിക്കോ മഹിയേട്ടനോ ജീവിക്കാൻ സാധിക്കില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മാളുവിനെ ഞങ്ങൾക്ക് തിരികെ തരണം. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഇവിടെ പലരെയും കാണും. മോൾ ആരെയും നോക്കരുത്. ആരെങ്കിലും നോക്കിയാ അവരെ പോലീസ് പിടിച്ച് ജയിലിലിടും. അതെന്തിനാ ഒരു തെറ്റും ചെയ്യാത്തവരെ പോലീസ് പിടിക്കുന്നത്? അമ്മ വെറുതെ മാളുവിനെ പറ്റിക്കാന്ന് നോക്കണ്ട. മാളു ആരെ വേണമെങ്കിൽ നോക്കിക്കോട്ടെ. പക്ഷേ മാളുവിനെ നമ്മുടെ കൂടെ തന്നെ പോലീസ് അയക്കും. അതെന്താ? ഗംഗയും മാളുവിന്റെ അച്ഛനും കൂടിയല്ലേ മാളുവിനെ കിണറ്റിലെറിഞ്ഞത്. അത് മാളു ആരോടും പറയാതിരിക്കാനാ ഞങ്ങൾ അറിയാതെന്ന് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. മാളുവിനെ ഒരു നുണയൊക്കെ പറഞ്ഞ് മയക്കി തിരിച്ചുകൊണ്ടു പോകാനായിരുന്നു അവരുടെ ശ്രമം. മോൾ അവിടെ ആരെയും നോക്കണ്ട കേട്ടോ. മോള് വാ. മഹേട്ടാ, മാളു. യുവർ ഓണർ, കുട്ടിയെ വിട്ടുകിട്ടണമെന്നുള്ള മുത്തശ്ശിയായ ഗൗതമിയുടെ ആവശ്യം ന്യായമാണ്. അവരുടെ കൊച്ചുമകൾ
തന്റെ മരിച്ചുപോയ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ സുരക്ഷിതയല്ലെന്നും, അതായത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ സുരക്ഷിതയല്ലെന്നും, കുട്ടിയുടെ അച്ഛനും അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയും ചേർന്ന് കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പരാതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ. നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അവസരമുണ്ടല്ലോ. യെസ് യുവർ ഓണർ. കൂടുതൽ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടാൻ മഹേശ്വറിനെയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായ ഗംഗയെയും വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഗംഗ എന്നല്ലേ പേര്? അതെ. മഹേശ്വർ എന്ന മഹിയുടെ രണ്ടാം ഭാര്യയാണല്ലേ? അതെ. മഹേശ്വറിനെ എത്ര നാളായി ഗംഗയ്ക്ക് അറിയാം? എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. നിങ്ങൾ വളർന്നത് മഹേശ്വറിന്റെ തറവാട്ടിലായിരുന്നല്ലേ? അതെ. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഗംഗയും മഹേശ്വറും കുട്ടിക്കാലം തൊട്ടേ സുഹൃത്തുക്കളും ഒന്നിച്ചു വളർന്നവരുമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോ മഹേശ്വർ തറവാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരികയും തുടർന്നുള്ള ജീവിതം സിറ്റിയിൽ തന്നെ ആവുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ഗൗരിയെ പരിചയപ്പെടുകയും അവരുമായി സ്നേഹത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. ഗൗരിയുടെ മരണശേഷം മഹേശ്വർ വിവാഹം കഴിക്കാനിരുന്നതും നിശ്ചയം നടത്തിയതും ശ്രേയ എന്ന പെൺകുട്ടിയുമായിരുന്നു അല്ലേ? അതെ. ആ, പക്ഷേ അവസാന നിമിഷം ആ വിവാഹം മാറി മഹേശ്വർ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടി. അതെ. യുവർ ഓണർ, മാളവിക എന്ന കുഞ്ഞ് ഗംഗ എന്ന രണ്ടാനമ്മയുടെ കൂടെ വളരുന്നത് സുരക്ഷിതമല്ലെന്നും കുഞ്ഞിനെ മുത്തശ്ശിക്കും അമ്മാവനും വിട്ടു നൽകണമെന്നുമാണ് പരാതിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗംഗ എങ്ങനെയാണ് മഹേശ്വറിന്റെ ജീവിതത്തിലേക്ക് എത്തിയതെന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.